السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله أجمعين. أما بعد. ആദരണീയരായ സാദാത്തുക്കൾ, അതുപോലെ വേദിയിലുള്ള മറ്റ് ഉസ്താദന്മാർ, ഈ മഹല്ല നിവാസികൾ, സഹോദരി വിദ്യാർത്ഥിനികളെ, സുദീർഘമായൊരു പ്രസംഗത്തിൻ്റെയോ വയലിൻ്റെയോ ആവശ്യം ഇല്ല. അൽഹംദുലില്ലാഹ് വേണ്ടുവോളം സാദാത്ത് തങ്ങൾ അന്നേം കാട്ടി നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ആ തങ്ങൾ നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള വയലാവട്ടെ നസീഹത്താവട്ടെ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് തന്നു. അത് തന്നെയാണ് ഞാൻ അതിൽ നല്ലോണം സന്തോഷിക്കുന്നു. അത് മതി എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. തങ്ങളെ പ്രസംഗമാണോ ഇവര് സംഘാടകർ പറയുന്നത് കൊണ്ട് അല്പം പ്രസംഗിച്ച് നമ്മുടെ ഡ്യൂട്ടിയും ഇൽമ പറയാനാണല്ലോ. അതുകൊണ്ട് കുറച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ ദീൻ അതിവിടെ നിലനിൽക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. ഖിയാമം നാൾ വരെ സയ്യിദിനെയും ആലിമിനെയും ഖുതുബിനെയും അല്ലാഹു നിലനിർത്തും. ആ കലാമും അതിനോടനുബന്ധിച്ചുള്ള കഅബ ശരീഫ്, ഈ അഞ്ചും ഇവിടെ അല്ലാഹു നിലനിർത്തും. ഖിയാമം വരെ നിലനിർത്തും. ഈ അഞ്ചും അല്ലാഹു എടുത്തു കളയപ്പെടുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞതാണ്. ആലിമീങ്ങൾ അധികരിക്കും, ഇൽമ അധികരിക്കും, എന്നാൽ നഫ്അ ഉണ്ടാകൂല, ഉപകാരം സിദ്ധിക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതിൽ എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങൾ, താബിഈ അങ്ങനെ വന്നു. ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുന്നത്ത് ജമാഅത്ത് അടിയുറച്ച് ആ രൂപത്തിൽ പറയാൻ അതേ ഒരു ആലിമായ സയ്യിദായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ വന്നു. 17 വയസ്സായ ആ ചെറുപ്പക്കാരനായ സയ്യിദ്, ആ സയ്യിദിന്റെ ഉണ്ടായ സ്വത്തെന്താണ്, സത്തെന്താണ്? അതേ അല്ലാഹുവിന്റെ ഇൽമാണ്. അല്ലാഹുവിന്റെ ഇൽമ മാത്രമാണ് അവിടുന്ന് ഉണ്ടായത്. അവിടെ ഉള്ളാളത്ത് വന്ന് അവിടുന്ന് ദർസ് നടത്തി. ആ ദർസ് നടത്തിയപ്പോൾ വന്ന സമയത്ത് തന്നെ ചോദിക്കുകയുണ്ടായി, ദർസ് കൊടുക്കാൻ അതേ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, എവിടുന്ന് കിട്ടും? അതാണ് ആലിമ്, യഥാർത്ഥ ആലിമ് പറഞ്ഞതിന്റെ അവസ്ഥ എന്താ? അവിടുന്ന് പറഞ്ഞത്, താജുൽ ഉലമ പറഞ്ഞത് എന്താ? അതെ, എടോ അല്ലാഹുവിന്റെ ഇൽമല്ലടോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തരും എന്നുള്ള വിശ്വാസം അനക്കുണ്ട്. അത് മതിയടോ. ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലാഹു സഹായിക്കും എന്നല്ലാതെ അവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ ഫിർഖത്താക്കുകയോ അല്ലെങ്കിൽ മഹല്ലത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്നതല്ലേ. അതുകൊണ്ട് അല്ലാഹു സഹായിക്കും, പേടിക്കേണ്ടതില്ല. ആ ഉറച്ച ഈമാൻ യഖീൻ ആരാണ് പറയുന്നത്? 17 വയസ്സായ അന്നത്തെ സയ്യിദ് അബ്ദുറഹ്മാൻ കുന്നിക്കോയ തങ്ങൾ ബുഖാരി എന്ന കാലഘട്ടത്തിലുള്ള ആലിമിന്റെ ഇൽമിന്റെ താജുൽ ഉലമ അഥവാ ഇൽമിന്റെ കിരീടം, ആലിമിന്റെ കിരീടം എന്നൊക്കെ അതിന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആലിമിന് കിരീടം വെച്ചുകൊടുത്തതാണോ അല്ലെങ്കിൽ ഇൽമിന് കിരീടം വെച്ചതാണോ എന്ന് ഞാനും നിങ്ങളും കണ്ണോടിക്കണം. ഏത് രൂപത്തിലായെന്ന് അതിനെ പ്രതിപാദിക്കുക എന്നുള്ളത്, ആ വ്യക്തിയെ പ്രതിപാദിക്കുക എന്നുള്ളത് അവിടുന്ന് ചെയ്ത ദീനീ പ്രവർത്തനത്തെ എടുത്തു നോക്കുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും അതിനെ പറഞ്ഞ് ഫുള്ള് തീർത്തു കൊടുക്കാൻ കഴിയൂല. അതിന് വേണ്ടുവോളം അവിടെ ആ ഉള്ളാൾ ഗ്രാമത്തിൽ നിന്ന് കേരളം എന്നല്ല, കർണാടക എന്നല്ല, ഇന്ത്യ എന്നല്ല, GCC അല്ല, ലോകമൊട്ടാകെ എല്ലാ ആലിമീങ്ങൾക്കും അവിടുന്ന് തുണയായി 40 പണ്ഡിതന്മാരിൽ നിന്ന് വേൾഡിലുള്ള 40 പണ്ഡിതന്മാരിൽ നിന്ന് ഏറ്റവും വലിയ നേതാവായി അതാ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആരെ? താജുൽ ഉലമ. എന്ത് തെരഞ്ഞെടുത്തു? എന്തിന് തെരഞ്ഞെടുത്തു? ഒരു BCom അല്ലെങ്കിൽ B.Ed അല്ലെങ്കിൽ M.Com, MBBS, MD അങ്ങനെ പഠിച്ചത് കൊണ്ടാണോ? അതെ, അവരത് പഠിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിൽ? അല്ലാഹുവിന്റെ ദീൻ, ഈ പറയപ്പെട്ട ഭൗതികമെല്ലാം അല്ലാഹുവിന്റെ ഇൽമിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. എവിടെ? എതിലകപ്പെട്ടു? ഞാനും നിങ്ങളും ഓതുന്ന, ഞങ്ങളെയും നിങ്ങളെയും ഭരണഘടനയാകുന്ന ഖുർആൻ ശരീഫ്, ആ കലാമാകുന്ന ഖുർആൻ ശരീഫിൽ 6666 ആയത്ത് അടങ്ങുന്ന ആ ഖുർആൻ ശരീഫിൽ ലോകം മുഴുവനുമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. ക്യാമം വരുന്നവരെ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ ശരീഫ് ഇൽമുൽ കലാം ആ രൂപത്തിൽ പഠിച്ച് ആ രൂപത്തിൽ ദർസ് നടത്തുന്നു. എല്ലാ നിലക്കും തഫ്സീറുകൾ, ഏതെല്ലാം തഫ്സീർ, ബൈദാവി ആവട്ടെ, ജലാലനി ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ തഫ്സീറുകളുടെയും ആ രൂപത്തിലെല്ലാം കാണാപ്പടമാക്കിയിട്ട് അതേ ലോകം ഒന്ന് ഭൗതികവും അതിലുണ്ടല്ലോ, അവിടുന്ന് അതും പഠിച്ചു. എന്നാൽ ആ പദവി കിട്ടിയത് ഭൗതികം പഠിച്ചത് കൊണ്ടുള്ളതാണോ? അല്ല. അല്ലാഹുവിന്റെ ആ ഭൗതികവും മതപരമായ 2 ഇൽമും ആ രൂപത്തിൽ നേടിയപ്പോൾ, നേടി എന്നത് മാത്രമല്ല, ആ രൂപത്തിൽ ജീവിത രീതിയിലും കൊണ്ടു നടന്നപ്പോൾ പറഞ്ഞ പഠിച്ച ഇൽമ് സുന്നത്ത് ജമാഅത്ത് മോത്ത് നോക്കി പറഞ്ഞപ്പോൾ യഖീനോടുകൂടി, ഈമാനോടുകൂടി, എവിടെയും പതറാതെ, ആരുടെ മുമ്പിലും കുനിക്കാതെ പഠിച്ചത് എന്താണോ ആ രൂപത്തിൽ പറഞ്ഞിട്ടതാ അവിടുന്ന് എല്ലാ നിലക്കും പ്രബോധനം ചെയ്തപ്പോൾ അല്ലാഹു കൊടുത്ത ഒരു ഫള്, ആലിമീങ്ങളിൽ കൂട്ടത്തിലുള്ള വലിയൊരു പദവി അവിടുന്ന് നൽകി. ഭൗതികവാദികൾക്ക് വരെ കാലഘട്ടത്തിൽ, അഥവാ 1969, 1969, 70 കാലത്തിൽ നീൽ ആംസ്ട്രോങ്ങിന്റെ
ചന്ദ്രനിൽ പോയപ്പോൾ ഇവിടെ നിന്നുള്ള ഒരുവിധം വാദികൾ പറഞ്ഞു, മനുഷ്യൻ അങ്ങനെ പോവാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തിയത് ഏക ആലിം ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. മനുഷ്യന് പോവാൻ കഴിയും. എങ്ങനെ പോവാൻ കഴിയും? അത് ഇസ്റാ മിഅ്റാജ് ആരാ നടത്തിയത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയില്ലേ? ആ ഇസ്റാ മിഅ്റാജിൽ ഏഴാകാശവും കടന്ന് അതിന്റെ അപ്പുറവും പോയ സ്ഥിതിക്ക് മനുഷ്യൻ ഈ ഒരു ചന്ദ്രനെ ആയിട്ടുള്ളൂ, അതിന്റെ ബാക്കിയുണ്ടത്രേ, അത് റസൂല് പോയി. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ പോകുന്നതിനെതിരില്ല എന്ന് ആ ഖുർആനും ഉദ്ധരിച്ച് ഹദീസും പറഞ്ഞ് അവിടെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. ആരാണ് പറയുന്നത്? ഒരു മതപണ്ഡിതൻ. എവിടുന്ന് കിട്ടിയാലും എന്റെ ആ ഇൽമിന്റെ രൂപത്തിൽ പറയാനുള്ള കാരണം ഉറച്ചത് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് ആ രൂപത്തിൽ പഠിച്ചപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതിന്റെ ആ ഒരു യഖീൻ ഉണ്ടായത് കൊണ്ട് തന്നെ അത് സ്ഥിരപ്പെടുന്നു, അതിനെ ജനങ്ങളും അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ഭൗതികവാദികൾക്ക് വരെ രൂപത്തിൽ എല്ലാ രൂപത്തിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മാത്രമല്ല പിന്നീട് പുത്തൻവാദികളുടെ കടന്നുകയറ്റം വരുന്നു. തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം 70-50 കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അന്ന് ഖണ്ഡന പ്രസംഗം, അതുപോലെ തന്നെ പാതിരാവായത് എന്നൊക്കെ അതിന് പേര് പറയപ്പെടലുണ്ട് നമ്മളെ നാടുകളിൽ. ഇവിടെ നാം മനസ്സിലാക്കുന്നു. അങ്ങനെ ഓരോ പാതിരാവായതുകളും ഖണ്ഡന പ്രസംഗങ്ങളും ആരാണ്? അതേ കുതുബി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഒരു സമസ്ത യോഗത്തിൽ 5 ആളുകളെ തെരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ, അത് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ അടങ്ങുന്ന 5 പേരുകൾ. ആ 5 പേരുകളിൽ നിന്ന് ഒരാൾ ആരാണ്? താജുൽ ഉലമയാണ്. എന്റെ താജുൽ ഉലമയെ തെരഞ്ഞെടുത്തത് മനസ്സിലാക്കേണ്ടത് ആരാണ് തെരഞ്ഞെടുക്കുന്നത്? കുതുബി തങ്ങൾ വലിയ ഇൽമിന്റെ പ്രഗൽഭ പണ്ഡിതനാണ്. ആ രൂപത്തിൽ മൂപ്പരും തെരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? പുത്തംവാദികൾ പ്രസ്ഥാനത്തിന് ആ രൂപത്തിൽ എതിർക്കാൻ വേണ്ടി. അങ്ങനെ അതിനെയും നിരത്തുന്നു എന്നുള്ളത് മാത്രം അല്ല, അങ്ങനെ വന്നു കാലഘട്ടം ആയപ്പോൾ അവിടുന്നെല്ലാം പഠിച്ച ശിഷ്യന്മാർ ആ രൂപത്തിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ഉസ്താദ് ആ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആര്? താജുൽ ഉലമ ശിഷ്യന്മാർ. ആ രൂപത്തിൽ ഔലിയാക്കളാകുന്ന ഉലമാ ആകുന്ന ഔലിയാക്കളാകുന്ന ശിഷ്യന്മാർ ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, ചെറുവത്തൂർ ഉസ്താദ്, സജിപ്പ ഉസ്താദ് എന്ന് നിങ്ങൾ പറയും. അതുപോലെ ബേക്കൽ ഇബ്രാഹിം ഉസ്താദ്, ലിയാഉൽ മുസ്തഫ മാട്ടൂത്തങ്ങൾ, അങ്ങനെ അടങ്ങുന്ന എന്റെ ബാപ്പയുമായ അവിടുത്തെ മകനുമായ ഖുറത്തു സാദാത്ത് ബഹുവന്യരും അവിടുത്തെ ശിഷ്യനിൽപ്പെട്ടവരാണ്. മകനുപരി ശിഷ്യനുമാണ്. അങ്ങനെയുള്ള ആ ഔലിയാക്കന്മാരാകുന്ന ഉലമ ആകുന്ന ഔലിയാക്കളെയും അവിടുന്ന് രൂപത്തിൽ വളർത്തിയെടുത്തു. അല്ലാഹു അവർക്കും കൊടുത്തു ദറജ. എന്റെ അതേ പറഞ്ഞ യഖീൻ എന്ന് മാത്രമാണോ? ശിഷ്യന്മാരെ മാത്രമാണോ? എല്ലാ സമകാലിക കാലഘട്ടത്തിലുണ്ടാകുന്ന അവരുടെ താഴെ ഘടകമെന്നല്ലാതെ ഇനി മേൽഘടകമായിരുന്നല്ലാതെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ രൂപത്തിലും ആശീർവാദവും മാത്രമല്ല എല്ലാ രൂപത്തിലും ദിശയും നൽകി. ആരൊക്കെ? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എന്ന ഉസ്താദിന്, അതുപോലെ തന്നെ ചിത്താരി ഉസ്താദ്, അതുപോലെ തന്നെ AP ഉസ്താദിനൊക്കെ ആ രൂപത്തിൽ അവിടുന്ന് വളർത്തിയെടുക്കുന്നു. ഏതെല്ലാ രൂപത്തിൽ വളർത്തിയെടുക്കുന്നു? ഒന്ന് അവിടുത്തെ വിനയത്വം. എങ്ങനെ? ഞാൻ പ്രസംഗിക്കാനുണ്ട് എന്നതിലുപരി, എനക്കുണ്ട് എന്ന അറിവുണ്ടെങ്കിലും
ഇവരൊക്കെ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെ ഒരുപാട് ആളുകളെ പല സ്ഥലത്തും വയത് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ അയച്ചു. ഇതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി പല രൂപത്തിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അവിടുന്ന് തന്നെ ഇങ്ങനെയുള്ള ആലിമീങ്ങൾ അയച്ച് അവർക്കും കരുത്ത് പകരുന്നു. അതിൽ തന്നെ ഞാൻ അവിടുന്ന് ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. എടോ അനക്ക് വയസ്സായടോ, ഇനി അനക്ക് പകരം അള്ളാഹു എന്താക്കി AP ഇറക്കി, അവിടുന്ന് തന്നെ അംഗീകാരം കിട്ടിയില്ലേ എന്ന് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വലിയൊരു ആലിമ് വിനയത്തോടുകൂടി അതാ അടുത്ത വ്യക്തിക്ക് അല്ലാഹു ആ ശേഷമുള്ള ആലിമിന് പറഞ്ഞിട്ട് ജനങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കുള്ള ഉയർച്ച കൊടുക്കുകയാണ്. ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു കിബർ ഇല്ലാതെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിയിട്ട് അവരുടെ പ്രവർത്തനത്തിനെ പ്രചോദിപ്പിച്ചിട്ട് അന്നൽക്ക് ഉയർച്ച കൊടുക്കുന്നു. അത് തന്നെയാണ് അവിടുത്തെ വിജയവും. മാത്രമല്ല അവരംഗീകരിക്കുന്ന അനുയായികളുടെ വിജയവും അത് തന്നെ. എന്ത് അനുയായികളുടെ വിജയം അങ്ങനെ ആകാനുള്ള കാരണം? ആലിം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു വന്ന ഏക വ്യക്തി വലൗ കാന വഹ്ദി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആരാണ് വലൗ കാന വഹ്ദി എന്ന് മുമ്പ് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞ അതേ ഉപരി കാലങ്ങൾക്ക് മുമ്പ് വലൗ കാന വഹ്ദി വലൗ കുന്തു വഹ്ദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ദീനെ പോരാടും എന്ന് അവിടുന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന് അതാ പ്രബോധിച്ചു ജീവിത രീതിയിലും കാണിച്ചു തന്നിട്ട് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തുന്നു. അപ്പോൾ അല്ലാഹു അതേ ഇസ്തിഖാമത്ത് യഥാർത്ഥ ഈമാനും തഖ്വയോടെ ജീവിക്കുമ്പോൾ അവരെ കൊടുക്കയിലായി നിൽക്കുന്ന അനുയായികൾക്ക് അല്ലാഹു അവർക്കും കൊടുക്കുന്നു ആ ഈമാൻ എന്നത് മാത്രമല്ല അങ്ങനെയുള്ള ഹിമ്മത്തും അവർക്കും കൊടുക്കുന്നു. എന്റെ യഥാർത്ഥ നേതാവിന്റെ എന്താവുന്ന ആ ദുആ അത് മതി അവരംഗീകരിക്കുന്ന അനുയായികൾക്ക്. അത് തന്നെയാണ് അവിടുത്തെ വിജയവും. അത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഏത് രൂപം അവിടുത്തെ വഫാത്ത് അതിന് കാരണമായി അല്ലേ? ജീവിതകാലത്ത് ആരും ചലേക്കുമ്പോൾ അതേ ജലാലിയത്തിന്റെ പവറായിരിക്കാം അവരിലേക്ക് അടുക്കാത്ത സമയത്ത് ഇൽമിന്റെ പവർ കൊണ്ട് ഹൈബത്ത് മക്കാറത്ത് കൊണ്ട് തന്നെ ഞങ്ങൾ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളടക്കം അവരെടുത്ത് അടുക്കുന്നിടത്തും വളരെ അദബും ഭയഭക്തിയും ഉണ്ടായി. എന്നാൽ ആ ഭയഭക്തിക്കൊക്കെ അല്ലാഹു അതാ അവിടുന്ന് വഫാത്തിന്റെ ശേഷം ആ വഫാത്തോടുകൂടി അവിടുത്തെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റി എത്രത്തോളം എന്നുള്ളത് ആ വഫാത്തിന്റെ സമയം കണ്ണോടിച്ചാൽ മതിയാകും. കേരളം കണ്ട എന്നല്ല കർണാടക കണ്ട ഏറ്റവും വലിയ ആ രൂപത്തിലുണ്ടാകുന്ന വഫാത്ത് ജനങ്ങൾ തടിച്ചുകൂടിയത്. ആരാണ് വഫാത്തായത് എന്ന് മാത്രമല്ല വഫാത്തായതിലുപരി ആരൊക്കെ അനുശോചനം അറിയിച്ചു, ആരൊക്കെ അവിടുന്ന് കാണാൻ വേണ്ടി വന്നു. ആലിമീങ്ങളാകുന്ന ആലിമീങ്ങൾ, മക്കത്തെ വലിയ വലിയ ആലിമീങ്ങൾ, അവിടുന്നും തുടങ്ങി മയ്യത്ത് നിസ്കാരങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് അംഗീകാരം. അത് മതി, അവിടുത്തെ വഫാത്തിന്റെ മതി നമുക്ക് അവിടുത്തെ ജീവിത രീതിയിൽ. അപ്പോൾ ആ യഖീനാകുന്ന ഈമാൻ അതേ ഇൽമിന്റെ ആ പവർ കൊണ്ട് അല്ലാഹു കൊടുത്ത പവർ ഫദ്ൽ ആ താജുൽ ഉലമ അൽഹംദുലില്ലാഹ് കാണിച്ചു തന്ന രൂപത്തിൽ അവിടുത്തെ മകനായ ഖുറത്തുസ് സാദാത്ത് അതാ ഏറ്റെടുത്ത് നടന്നു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ വഫാത്തോടുകൂടി ശേഷമുള്ളതും സുന്നത്ത് ജമാഅത്ത് അതേ പഠിച്ച ഇൽമ് മോത്ത് നോക്കി പറഞ്ഞപ്പോൾ അല്ലാഹു അവർക്കും കൊടുക്കുന്നു ആ പവർ. അതെന്തേ, എന്തിനു വേണ്ടി? അന്നെയും നിങ്ങളെയും അല്ലാഹു നിയോഗിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ദീൻ പറയാനാണ്.
എന്നല്ലാതെ ഞാനും നിങ്ങളും കിബറിന് വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ഒരു പുട്ടീസാക്കാൻ വേണ്ടിയോ ഉള്ള ജീവിതം അല്ല. അങ്ങനെയുള്ള പ്രവർത്തനത്തിനുമല്ല അല്ലാഹു അന്നെയും നിങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടത്. ഞാനും നിങ്ങളും എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? അന്നെയും നിങ്ങൾ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ആ പൂർണ്ണ ബോധമുണ്ടായതുകൊണ്ടാണ്, അതേ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള പൂർണ്ണ ബോധമുണ്ടായതാണ് എൻ്റെ ബാപ്പയും എന്നതിലുപരി നിങ്ങളുടെ ഖാദിയാകുന്ന ഉറത്തു സാദാത്ത് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർഗനിർദ്ദേശം തന്നില്ലേ? ഖളായിൽപ്പെട്ട 100-200 മഹല്ലത്തിൽ ഖളായിൽപ്പെട്ട ഒരു മഹല്ല്, അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർഗനിർദ്ദേശം തന്നു. എന്തിനു വേണ്ടി? വീട്ടിലെ അടുപ്പ് കത്താനാണോ? അല്ലെങ്കിൽ ഫ്ലക്സിൽ പേര് വരാനാണോ? അല്ലെങ്കിൽ അതെ ആഡംബര കാറിൽ പേരെടുത്ത് പറയാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഞാൻ ഇന്ന ഖാദിയാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കാൻ വേണ്ടിയല്ല. അങ്ങനെ അവിടുന്ന് ചെയ്തിട്ടുമില്ല. അവിടുന്ന് പറഞ്ഞതൊക്കെ മോത്തോക്കി നോക്കി ആരോടും പറഞ്ഞു. അല്ലാഹു ഭയപ്പും കൊടുക്കുന്നു. എന്തേ? അല്ലാഹുവിന്റെ ദീനാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നതിൽ യാതൊരു എന്തും പേടിക്കേണ്ടതില്ല. ഒരു വ്യക്തിയുടെയും ശക്തിയോ അല്ലെങ്കിൽ അവരുടെ ഫിത്നയോ അല്ലെങ്കിൽ അവരുടെ ഹസദിനെയോ അല്ലെങ്കിൽ അവരുടെ കിബറിനോ പേടിക്കേണ്ടതില്ല. കാരണം എന്തേ? അല്ലാഹു തന്നെയാണ് അവനക്ക് ശക്തി കൊടുത്തത്. അപ്പൊ ദീനിന് വേണ്ടി ഒരു ആലിമ് പോരാടുമ്പോൾ അതെ കൊടുത്ത ശക്തി അല്ലാഹു തആല എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അല്ലാഹു തന്നെ കുറക്കും. ഒരു ഭയം അല്ലാഹു അവനക്ക് കൊടുക്കും. കാരണം എന്തേ? യഥാർത്ഥ പറയുന്ന ദീൻ പറയുന്ന ഒരു വ്യക്തിയുടെ അത് മതി ആ നാട് നന്നാവാനും. അവരംഗീകരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നന്നാവാൻ അത് മതി. അത് തന്നെയാണ് അവിടുത്തെ വിജയവും. അവിടുന്ന് കാണിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ആ രൂപത്തിൽ സ്വീകരിച്ച മഹല്ല് നിവാസികളാണ് നിങ്ങൾ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഇൽമു നഫ്ആകും, അതേ ഉപകാര സിദ്ധിക്കും. ഇനി ഉണ്ടാകൂല, ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞല്ലോ. അതെ സയ്യിദ് അവറുകൾ വഫാത്തായി. ഇൽമ് അധികരിക്കുകയും ചെയ്യും, എന്നാൽ ഉപകാരം സിദ്ധിക്കൂല. ഏതാണ് ആ രൂപം? അവിടെ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണ്? അന്നിലൂടെ അത് ഉപകാരം സിദ്ധിക്കാതിക്കുന്ന അവരത് എന്ന് പറഞ്ഞാൽ, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഏതൊക്കെ പറഞ്ഞതോ ആ രൂപത്തിൽ ഞാൻ ഇവിടെ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കണം, പ്രവർത്തിക്കണം എന്നല്ലാതെ അന്നിലൂടെ ഫിത്നയോ ഫസാദോ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നതാണ് ഞാൻ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആഖിർ സമാന്റെ പല ഫിത്നകളും വരും. ആ ഫിത്നകളൊക്കെ വരുമ്പോൾ നമ്മളിലൂടെ എന്താകാൻ പാടില്ല, ഫിത്ന ഇവിടെ പുറപ്പെടരുത്. അത് മഹല്ലത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, വ്യക്തി ജീവിതത്തിലാവട്ടെ, എവിടൊക്കെ ആ വ്യക്തി എവിടൊക്കെ പ്രതിപാദിക്കുന്നോ അവിടൊക്കെ ആവട്ടെ, ആ വ്യക്തിയോടുകൂടെ ഫിത്ന പുറപ്പെടാൻ പാടുള്ളതല്ല. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മഹല്ലത്ത് പല ആളുകൾ പല രൂപമുണ്ടാവും. പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പല രൂപങ്ങളുണ്ടാവും. അപ്പോൾ അവിടുന്ന് പല നിലക്കുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും.
സ്വാഭാവികമാണ്. എന്നാൽ ഞാൻ അംഗീകരിക്കുന്നത് ഏകകണ്ഠ അഭിപ്രായം ആരതാണ്? അവസാന വാക്കാരുടേതാണ്. അതെ, അവരംഗീകരിക്കുന്ന നേതാവ് ആരാണോ? നിങ്ങളെ നാടുകളിൽ ഗൗരധ്യക്ഷാണെങ്കിൽ അവിടെ ഖാദിയാണെങ്കിൽ അവസാന വാക്കാണെങ്കിൽ ഖാദി. ആ ഖാദിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് മഹല്ല് നിവാസികളായ നിങ്ങളുടെ നയം വേണ്ടത്. അപ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്നേരം അവിടെ ഭിന്നിപ്പുണ്ടാക്കാതല്ല എന്ന് പറഞ്ഞാൽ, ഖാദി പറഞ്ഞത് എങ്ങനെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? എന്റെ ബുദ്ധിക്ക് യോജിച്ചത് ഇങ്ങനല്ലല്ലോ. അതെ, ബുദ്ധിക്ക് യോജിച്ചതല്ല ദീൻ. ദീൻ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കൂല. അങ്ങനെ യോജിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് മസാലകൾക്ക് നമ്മൾ എന്ത് മറുപടി പറയും? ബുദ്ധിക്ക് യോജിച്ചതല്ല ദീൻ. ദീന് അല്ലാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മളെ കുറെ ഇബാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മുഅ്മിനായി ജനിച്ചത് അൽഹംദുലില്ലാഹ് വലിയ ഫദ്ലും നിഅമത്ത്. ആ നിഅമത്തിൽ പെട്ടത് തന്നെയാണ് അതെ ഹയവാൻ എന്ന സാധനം, അഥവാ മനുഷ്യ ജസദിൽ കണ്ണ് തരിക, ചെവി തരിക, അതുപോലെ തന്നെ കൈകാലുകൾ തരിക എന്നുള്ളത് നിഅമത്താണ്. മനുഷ്യരൂപത്തിൽ അതെ തഫ്സീറിൽ പറയുന്നത് കാണാം, മനുഷ്യരൂപത്തിൽ കണ്ണുണ്ടാവലല്ല കണ്ണിന്റെ ദ്വാരം, അങ്ങനെ ചെവി ഉണ്ടാവലല്ല ചെവിന്റെ ദ്വാരം, കൈയുടെ ദ്വാരങ്ങൾ, ആ രൂപങ്ങൾ ഉണ്ടാവാനാണ് മനുഷ്യന്റെ ആവശ്യമുള്ളത്. ശേഷമുള്ളതാണ് നിഅമത്ത്. അതെ, ആ നിഅമത്തിനാണ് ഞാനും നിങ്ങളും ഇവിടെ ശുക്ർ ചെയ്യേണ്ടതും, ആ നിഅമത്തിനെയാണ് ഞാനും നിങ്ങളും ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതും. അപ്പോൾ ഞാനും നിങ്ങളും കുതിരകാരലല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അല്ലാഹു അക്കല് തന്നു, ബുദ്ധി തന്നു, വിവരം തന്നു, കാഴ്ച തന്നു, കേൾവി തന്നു, ആരോഗ്യം തന്നു. ഇതൊക്കെ നമുക്ക് നിഅമത്തായി കിട്ടിയപ്പോൾ അല്ലാഹുവിനെ ബോധമില്ലാത്തപ്പോൾ തോന്നിയതുപോലെ ദീനിനെതിരെ പ്രവർത്തിക്കലോ അല്ലെങ്കിൽ ഫിത്നയോ ഫസാദോ ഉണ്ടാക്കലല്ല രീതി. അങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദീനിലൊരു ചട്ടക്കൂടുണ്ട്. അതിനെ ജീവിക്കാൻ വേണ്ടി നിഅമത്ത് തന്നത് ആ നിഅമത്ത് ഉപയോഗിക്കാം. ഇല്ലേ, അല്ലാഹു ഒരു കാലത്ത് തിരികെ പിടിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയം ഇല്ല. അത് സമ്പത്തിലൂടെ ആയിരിക്കും, ചിലക്കുമ്പോൾ രോഗം തന്നായിരിക്കാം, ചിലക്കുമ്പോൾ അവനെ മക്കളെ കൊണ്ട് ശിക്ഷിച്ചതായിരിക്കാം, ചിലക്കുമ്പോൾ അവനവനക്ക് തന്നെ പല രൂപത്തിലുണ്ടാകുന്ന ഓർമ്മശക്തിയില്ല അല്ലെങ്കിൽ ബുദ്ധിശക്തി പെട്ടെന്ന് അല്ലാഹു എടുത്തു കളഞ്ഞു, പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധിയിൽ വീണ് ലാസ്റ്റ് ഒന്നുമല്ലാതെ അല്ലാഹു എന്ത് ചെയ്യും? ഈ ലോകത്തോട് അവിടുന്ന് തുടച്ചങ്ങ് നീക്കും. അത് അല്ലാഹുവിന് വിട്ട പണി. നമ്മളെ പണിയോ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഇസ്തിഖാമത്ത് നേരത്തെ പറഞ്ഞതുപോലെ നന്നിയും നിങ്ങളെയും ഇവിടെ അയക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ദീൻ പ്രവർത്തിക്കാൻ. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എല്ലാ മക്കളിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ചെയ്യുന്ന ജോലിയിലാവട്ടെ അല്ലാഹുവിന്റെ ദീൻ അധിഷ്ഠിതമാണോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ചില ആളുകൾക്ക് അല്ലാഹു പദവി കൊടുക്കും. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മഹല്ലത്തിൽ ചിലക്കുമ്പോൾ അതെ അതിന്റെ ഏകോപനത്തിന് വേണ്ടിയിട്ടാവാം, സബ് ആവാം, പല രൂപത്തിലുണ്ടാവുന്ന പ്രവർത്തനത്തിൽ സംഘടന ഉണ്ടാവാം, മഹല്ലത്തുണ്ടാവാം, മഹല്ലത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നതിലുപരി അതൊക്കെ ഉണ്ടാവാം. എന്നാൽ അവരെല്ലാം ആ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദീന് ഉപകാരമുണ്ടോ, നല്ലതാണോ എന്നാൽ അത് അംഗീകരിക്കലാണ് യഥാർത്ഥ മുഅ്മിന്റെ നിലപാട്. അത് പ്രസിഡന്റിനോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ സെക്രട്ടറിനോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്താ എന്നോട് പറയാതെ ചെയ്തു എന്നുള്ളതിനെ ചോദ്യം ചെയ്ത് ആ നല്ലത് ചെയ്ത നിഅമത്തിനെ നിങ്ങൾ പൊളിച്ചടക്കാൻ പോയാൽ അല്ലാഹു പിന്നീട് നിങ്ങളെ പൊളിച്ചടക്കും, യാതൊരു സംശയം ഇല്ല. കാരണം എന്തേ? ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്,
ആ കഴിവ് ദീനിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദീനെ പൊളിച്ചടക്കി എന്നല്ലാതെ അവിടെ എന്തല്ല ഇവിടെ ഉണ്ടാകുന്ന ബഹുമാനത്തിന്റെ അദബിന്റെയോ എതിരല്ല അവിടെ വരിക. അവിടുത്തെ ബഹുമാനതവും കൃപയാണ് അവിടെ വരേണ്ടത്. അവിടുത്തെ ബഹുമാനത ഏതാ? ഒരു ചെറിയ കുട്ടിയാ ദീന നല്ലത് പറയുകയാണെങ്കിൽ വലിയവൻ അത് കൃപയായി കണക്കാക്കണം. എങ്ങനെ? അൽഹംദുലില്ലാ മോൻ ചെയ്തത് നല്ലതാണ്, ഇനി ഉഷാറായി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പ്രചോദനം കൊടുക്കേണ്ടതാണ് അവിടുത്തെ ബഹുമാനവും അദബ്. എന്നല്ലാതെ ഞാൻ വലിയ ആളായി അതുകൊണ്ട് എന്നോട് ചോദിക്കാണ്ടത് ചെയ്തെങ്ങനെ എന്നുള്ളതല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. ഇനി അങ്ങനെ ചെയ്തു എന്നാൽ അവിടുത്തെ പിന്നെടുത്തത് ഏതാ? ആ വ്യക്തികളെ വിളിച്ചിട്ട് ആ മഹല്ലത്തിന്റെ ആൾക്കാർ ആരാണിതാ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയെങ്കിലും മക്കളെ അറിയിക്കണേ. ഒന്നുമല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളൊരു നേതൃപദവിയിൽ നിൽക്കുമ്പോൾ നാളെ പിറ്റേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിയില്ലല്ലോ, ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള പറയേണ്ട വിചാരിച്ചാലാണ്. നിങ്ങൾ ചെയ്തതിനൊന്നും എതിരില്ല, നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കണം കേട്ടോ, നിങ്ങൾ ചെയ്തത് വളരെ നല്ലതാണ് എന്ന് പ്രശംസിപ്പിക്കേ വേണ്ടത്. അപ്പോൾ അവർക്ക് പാഠം കിട്ടി. അൽഹംദുലില്ലാ അവരെ എതിർത്തിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കണമല്ലോ, അവരാ രൂപത്തിൽ ചെയ്യണം, നമുക്ക് ഇനി ചോദിക്കാം എന്ന് പറയുമ്പോൾ അല്ലാഹു ഇവനക്കും ഉയർച്ച കൊടുത്തു, അവനക്കും അല്ലാഹു ഉയർച്ച കൊടുത്തു. അതാണ് ദീനിന്റെ അദബ്. എടുത്തുചാട്ടം അത് എവിടെയും നല്ലതല്ല. അപ്പോൾ ഇവിടുന്ന് അൽഹംദുലില്ലാ ഈ രൂപത്തിൽ നിങ്ങൾ വന്നത്, ഈ പരിപാടിയെ സംബന്ധിച്ചത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്തിന്റെ അനുസ്മരണം വെച്ചപ്പോൾ അവിടുന്ന് അംഗീകരിച്ചു എന്നുള്ളതിന്റെ, നിങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിന്റെ ഒരു അടയാളം ജീവിതകാലത്ത് അൽഹംദുലില്ലാ. ഇനി ഇങ്ങനെ അങ്ങോട്ടാണ് ഇനി ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തേ അവിടുന്ന് ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു തന്നപ്പോ ഇനി ആരുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവും. ശരിയാണ്, ശേഷമുള്ളവർ അതിന്റെ അടുത്തുള്ളവർ വരും. ആ വരുന്ന സമയത്ത് ഇനി അവിടുന്ന് കാണിച്ചു തന്ന നിലപാടുകൾ ഏതൊക്കെയാണോ അതിനനുസരിച്ച് വേണം ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ. എന്നാൽ അല്ലാഹു അതിന് ഫത്ഹ് നൽകും, യാതൊരു സംശയവും ഇല്ല. ശേഷമുള്ളവരാരാണോ കാണിച്ചു തന്നത് അവർക്ക് വഴിപ്പെട്ട് നീങ്ങണം, സ്വാർത്ഥതക്ക് നീങ്ങല്ല വേണ്ടത്. ആരായാലും ശരി, നേതൃത്വം വരുന്നവരാരൊക്കെയുണ്ട് അവരംഗീകരിച്ച് ആ രൂപത്തിൽ പ്രവർത്തിക്കണം. കൂറത്തങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് അത് പറയായിരുന്നു. ഇനി ശേഷം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അടുത്ത വേറൊരു നിലപാട് അല്ല. ഇനി ഒന്നും കൂടി അവിടുത്തെ നിയന്ത്രണം ഉണ്ടാവും, അവർക്ക് പവർ കൂടി. അപ്പൊ നിങ്ങൾ തങ്ങളുള്ളവരെ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിച്ചപ്പോ ഇപ്പം പിന്നെന്താ ഒരു ബൈനായപ്പോൾ അവരും നിങ്ങളെ വിടും. കാരണം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നിലപാട് ഏതായിരുന്നു? സുന്നത്ത് ജമാഅത്തിനാണ്. അപ്പൊ ശേഷം ഇനി ഒന്നും കൂടി ഊർജം കൂടാന്നല്ലാതെ കുറഞ്ഞു പോകൂല. അപ്പൊ മഹല്ല് നിവാസികളായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതെ, അവിടുന്ന് കാണിച്ചു തന്ന രീതി ഏതാണോ അതിനൊന്നും എതിർക്കാതെ അതിനെയും ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രവർത്തനം നടത്തേണ്ടത്. അപ്പോഴാണ് അതെ മഹല്ല് നിവാസികളായ നിങ്ങളെ പിന്നീടൊരു കാലഘട്ടത്തിൽ ഇവിടെ വളർന്നു വരുന്ന മക്കൾ പറയുമ്പോൾ പറയും, ഏതാ പറയുക? അൽഹംദുലില്ലാ ആ കാലഘട്ടത്തിൽ താജുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് അത്ര രൂപയായി. അവിടുന്ന് മകനായ ഖുറത്തു സാദാത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അത് രൂപയായി. ഇനി അത് കൊണ്ടു നടക്കേണ്ട ആ രൂപമാണ്. ശേഷമുള്ള ഇനി വരുന്ന തലമുറക്ക് നിങ്ങളാണ് അവരുടെ റോൾ മോഡൽ. നിങ്ങൾ അതിനെതിരെ പ്രവർത്തിച്ചാൽ ആ മക്കളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ പറയും, ഏതാ പറയുക? ആ തങ്ങൾ ഉണ്ടാകുന്ന കുരുത്തവും പൊരുത്തം എല്ലാം എടുത്തു കളഞ്ഞു. എന്തേ? അവരെടുത്ത നോട്ടവും മദദുൻ നസ്റും ഉണ്ടാകൂല. കാരണം എന്തേ? സുന്നത്ത് ജമാഅത്തിനോടല്ല നിങ്ങളുടെ കളി. അവനവന്റെ കളി ഫിത്നക്കും അവനവന്റെ സ്വാർത്ഥതക്കായപ്പോൾ സുന്നത്ത് ജമാഅത്തിന് അത് എല്ലാ രൂപത്തിലും ഇവിടെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും.
എന്നാൽ നിലനിൽക്കും. പക്ഷേ അത് വ്യക്തികളിലാകുന്ന വ്യക്തികളിൽ അല്ലാഹു ഒതുക്കിയിട്ട് മാത്രമേ നിർത്തുകയുള്ളൂ. സമൂഹത്തെ പറയുമ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? ഒരു പേരങ്ങോട്ട് എന്നും ദുൽമിന്റെ ആളുകളെന്നോ അല്ലെങ്കിൽ അക്രമത്തിന്റെ ആളുകൾ എന്ന് പേര് വരുന്നല്ലാതെ സുന്നത്ത് ജമാഅത്ത് അതിന് അല്ലാഹു നല്ല കൊടുത്തു. അതിന് ഞാനും നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ തങ്ങളിനെ എതിർത്താലും നിങ്ങളെതിർത്താലും സുന്നത്ത് ജമാഅത്ത് അല്ലാഹു കൊടുത്തു. അതിന് യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടുന്ന് അനുസ്മരിക്കുന്ന ഏറ്റവും വലിയ അനുസ്മരണം എന്താണ്? അവിടുന്ന് കാണിച്ചു തന്ന ആ ഇസ്തിഖാമത്താണ് ഈമാനി കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തപ്പെടുന്ന രീതിയാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ഇൽമനഫാകാത്ത രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ അധികരിക്കുന്നു, മൊബൈലുള്ള ഫിത്ന അധികരിക്കുന്നു. ഏതുവരെ? അതേ സയ്യിദിനെ വരെ ഒരു ആലിമിനെ എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ ഷെയർ ചെയ്യും. എന്നിട്ട് പറയും നമ്മളെയും കാട്ടി ഹദീസ് ഇപ്പം സാധാരണക്കാർക്ക് അറിയും. എന്നിട്ട് ആ ഹദീസ് അയച്ചു കൊടുത്തിട്ട് എന്താ പറയാ അറിയോ? ഈ തങ്ങളെ കണ്ടില്ലേ, ഇതാ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് വെച്ചിട്ടാണ് ഹദീസ് പറഞ്ഞിട്ട് ഇവൻ വലിയ ആളാവും. പിന്നെ എവിടെ ഇവനക്ക് ഈ മുബാരപ്പെടും? ഫിത്നയിലൂടെ അല്ലേ നടക്കുക. അല്ലാഹു ഈ മുബാരപ്പെടുത്തിയോ? പെടുത്തൂല. ആലിമി നമ്മളെയും കാട്ടി ഉഷാറാന്ന് മൊബൈൽ. എന്നാലോ അത് ഉപകാരം സിദ്ധിക്കുന്നില്ല. എന്താ കാരണം? ആ പറഞ്ഞ ഇൽമു ഫിത്നയിലൂടെയാണ്. ഒരു ഹറാമിലൂടെ കാര്യം സ്വഹീഹാകുമ്പോൾ അതിന്റെ ഫലം ഏതാണ്? ഹറാമാണ്. ഇവിടെ സിദ്ധിക്കോ? ഇല്ല. എന്നതുപോലെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞത് നല്ലതാണെങ്കിൽ പറഞ്ഞ വിഷയം നടക്കുന്ന ഏതാ ഫിത്നയാണ്. അപ്പൊ അല്ലാഹു അതിനെ കൂട്ടുകൂല. അപ്പം പറഞ്ഞ അപ്പുറത്ത് നല്ലതാ പറയുന്നെങ്കിൽ നടന്ന കാര്യം അതിന്റെ ആകപ്പാടുള്ള ഹുക്മ ഫിത്ന ആയതുകൊണ്ട് തന്നെ അല്ലാഹു അത് അവർക്ക് ഉപകാരം സിദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു നിലപാടുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ അടിയുറച്ച് വിശ്വസിച്ച് ആ രൂപത്തിൽ പ്രവർത്തിക്കുക. ടെക്നോളജി വർദ്ധിക്കും. കാലം കയ്യൊന്നോളം കൊല്ലം കയ്യൊന്നോളം അതാ ഫിത്ന അധികരിക്കാന്നല്ലാതെ അതിലൊരു നിലക്കും മാറ്റം വരൂല. ഈ കാലഘട്ടത്തിൽ അതേ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് അവിടുന്നെല്ലാം കാണിച്ചു തന്നൊരു മാർഗമുണ്ടായിട്ടുണ്ട്. അതേ ടെക്നോളജി ഞാനും നിങ്ങളും മൊബൈൽ ഓത്തുന്നത് പോലെ, അതേ മൊബൈലിൽ ഫിത്ന ഷെയർ ചെയ്യുന്നത് പോലെ അതാ അവരെന്താ ഒത്തിയത്? അതേ ഖുർആൻ ശരീഫ് കൈ ഇങ്ങനെ വെച്ച് ഓതുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ലേ? എന്തേ അവിടുന്ന് അവര് മൊബൈൽ എടുത്തില്ല? അതേ മൊബൈൽ എടുത്തു. എന്തിനു വേണ്ടി? അതേ ഏത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ 6666 ആയത്തിൽ ഉൾപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് ടെക്നോളജിയാണ്, ഈ പീഠം ടെക്നോളജിയാണ്, ഈ വാച്ച് ടെക്നോളജിയാണ്. ഈ മൈക്കും പീഠവും ഈ വാച്ചെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? അല്ലാഹു തന്ന നിഅമത്ത് അത് ദീനിന് വേണ്ടി ഉപയോഗിച്ചാൽ അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് അതിന് തക്കതായ പ്രതിഫലം കിട്ടും. അതല്ല മറിച്ച് അതേ തിന്മക്കാണെങ്കിൽ അല്ലാഹു തആല എല്ലാ രൂപം അതിനെ ശിക്ഷിക്കും. അത് ഏതുപോലെ മൈക്ക് എന്നുള്ളത്, ഈ മൈക്ക് ഏത് രൂപത്തിൽ തിന്മ, അനക്ക് തന്ന ശബ്ദം നിങ്ങൾക്കും തന്ന ശബ്ദം അല്ലാഹുവിന്റെ ആലിമീങ്ങളെയോ സയ്യിദന്മാരെയോ തെറി പറയുക അതല്ല. ഇനി ഇവിടെ ഒരു കാലഘട്ടത്തിൽ DJ പാട്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആ നേരം പോക്ക് കളയുന്ന മ്യൂസിക്കിനോട് അതേ അവന്റെ ശബ്ദം ഉപയോഗപ്പെടുത്തുക, അത് വേറൊരു രൂപം. ടെക്നോളജി വാച്ച്, അതേ എന്തിനു വേണ്ടി? ഇവൻ വാച്ച് ഒരു സമയം വെക്കുന്നു, 9 മുതൽ 10 മണി വരെ 1 മണിക്കൂർ എവിടത്തേക്ക്? അതേ ടാക്കീസിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂവി കാണുന്ന സ്ഥലത്ത് അവിടെ ആ 1 മണിക്കൂർ വെച്ച സമയം അത് നോക്കിയുണ്ടാകുന്ന ആ യന്ത്രം ഉപയോഗിച്ച് എന്തിനു വേണ്ടി? അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അങ്ങനെയുള്ള എല്ലാ നിലക്കുള്ള ഫിലിം കാണുന്നിടത്ത് അതാ ആ ടെക്നോളജി ഉപയോഗിക്കുന്നു. അത് ഹറാമായി.
ഇനി ഇതെല്ലാം മറിച്ച് ഹലാലാകുന്ന രൂപം അതേ ഈ സമയം ഞങ്ങൾ വെക്കുന്നു. 1 മണിക്കൂർ ദിക്റിന് വേണ്ടി ചെല്ലുന്നു, 1 മണിക്കൂർ ഖുർആൻ ഓതി വെക്കുന്നു. അതാ അത് ഹലാലായി. ഈ മൈക്ക് അതാ ഇതുപോലത്തെ ഇൽമു പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, അത് ഹലാലായി. അങ്ങനെ ഏതൊക്കെ ടെക്നോളജി ഇവിടെ വരുന്നോ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിൽ വരുന്നതാണ്. അതിനെല്ലാം ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഹുക്കുമുണ്ട്. ആ രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ അടുത്ത് ഉപയോഗിക്കപ്പെട്ടാൽ അതിന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ നിഅമത്തിന് നിങ്ങൾ മറുപടി പറയുന്നത് പോലെയായി. അതല്ല മറിച്ച് അതേ ആ നിഅമത്ത് തിന്മക്ക് ഉപയോഗപ്പെടുത്തുകയോ അതേ അത് സയ്യിആത്തിലും പെടുന്നു. ഇവിടുന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. തന്ന വരള് അതേ കൈ അതേ കണ്ണ് അതാ ഫിത്നയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന അതേ നേരത്തെ മുൻകൈന് പോയ ആലിമീങ്ങളൊക്കെ ചെയ്യുന്ന രൂപമേതാണ്? ഖുർആൻ ശരീഫ് ഓതി. എന്തിനു വേണ്ടി? ആ ഇൽമി യഖീനാവാൻ, തഖ്വയുണ്ടാവാൻ, ഭയഭക്തി ഉണ്ടാവാൻ. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് 60 ഖത്മുകൾ ഓതി എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇൽമില്ലാത്തത് കൊണ്ടല്ല. അതേ മദ്ഹബിന്റെ ഒരു ഇമാമല്ലേ, എല്ലാ നിലക്കും 1,24,000 അല്ല 1,10,000 പകരം ഹദീസ് കാണാപ്പാടുള്ള ഒരു ഇമാമല്ലേ. ആ ഇമാമും ഖുർആൻ ശരീഫ് ഓതിട്ട് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അതേ തഖ്വയുണ്ടാകാൻ, ആഖിബത്ത് നന്നാവാൻ. എന്തിന് ആഖിബത്ത് നന്നാവാൻ? തഖ്വക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതുന്നു എന്ന് പറയും. മനസ്സിലാക്കേണ്ടത് അതേ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന ഒന്നാമത്തെ ഫള് എന്തെന്നറിയുമോ? ഖൽബിലുണ്ടാകുന്ന 5 രോഗവും അല്ലാഹു ശുദ്ധീകരിക്കുന്നു. 5 രോഗം ഏതാണ്? ഫിത്നയും ഫസാദും ഹസദും കിബറും റിയാഉം അടങ്ങുന്ന ആ രോഗം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തിനോട് തോന്നുന്നില്ല? ഫിത്നക്ക് വക തോന്നുന്നുണ്ടോ? ഇല്ല. കിബറിന് തോന്നുന്നുണ്ടോ? ഇല്ല. ഹസദ് വെക്കുന്നുണ്ടോ? ഇല്ല. ആ കാണും എന്ത് ഇല്ല എന്ന് പറയാനുള്ള കാരണം മുൻകൈന് പോയ ആലിമീങ്ങൾ ഇവിടെ കാണിച്ചു തന്ന രീതി അവര് കാണിക്കണ്ടേ? എന്നാൽ താജുൽ ഉലമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താജുൽ ഉലമ കാണിച്ച അതേ ശക്തി പകർന്നു കൊടുത്തു മറ്റൊരു ആലിമിനി. അവിടുന്ന് യഥാർത്ഥ സ്വാർത്ഥതയല്ലേ വേണ്ടത്? കിബറല്ലേ വേണ്ടത്? വന്നില്ല. അത് ഖുർആൻ ഓതിയത് കൊണ്ട് കിട്ടിയതാണ്. കാലഘട്ടത്തിൽ ജീവിച്ച മക്കൾ ആലിമീങ്ങളാണ്. നന്നെയും നിങ്ങളെ പോലെ വളർന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. അതേ ഒരു സുപ്രഭാതത്തിൽ ചെറുകുഞ്ച എനക്കും നിങ്ങളും ഉള്ളതുപോലെ 9 മാസം എന്ന് വന്നിട്ട് അങ്ങനെ 4, 5 വന്ന് 10, 18, 40, 60, 63 വരെ അല്ലെങ്കിൽ 95 വരെ ജീവിക്കുമ്പോൾ നന്റതും നിങ്ങളതിലും പോലെ ഉണ്ടായിട്ടുണ്ട്. അവർക്കും ഇൽമും അധികരിച്ചിട്ടുണ്ട്. ഇൽമുമുണ്ട്, ഇല്ല എന്ന് പറയുന്നതല്ല. എന്നാ ആ ഇൽമ് ഉപകാരം സിദ്ധിക്കണം എന്നുള്ളതിന്റെ ആ മനസ്സിലാക്കിയിട്ടത് അവിടുന്ന് ചെയ്ത ഇബാദത്താണ്. ആ ഖുർആൻ ശരീഫ് ഓതിയതോടു കൂടി അല്ലാഹു അതാ കൊടുക്കുന്നു അവർക്ക് എല്ലാ നിലക്കുള്ള പവറുകളും. അതുകൊണ്ട് മഹല്ല് നിവാസികളായ നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, കാലഘട്ടത്തിന്റെ ഫിത്നക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ മറക്കരുത്, സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കരുത്. പൊളിച്ചാൽ ക്യാമം വരുന്നവരെ മക്കളെ അല്ലാഹു ശിക്ഷിക്കും. ജാരിയായ സ്വതക്ക, ജാരിയായ സ്വതക്ക എന്നെന്നും ഉണ്ടാവുന്ന സ്വതക്ക എന്ന് പറഞ്ഞാൽ ജാർ എന്ന് പറയുന്ന തന്നെ നിലവര് വരിക വരിക എന്നുള്ള അർത്ഥം ഉദ്ദേശിച്ചത് അവിടെ. എന്തിനത് പറയുമ്പോൾ തന്നെ പറഞ്ഞു എന്തിന് എന്നേക്കും വരിക എന്നുള്ളതാണ്. ആ ജാരിയായ സ്വതക്ക എന്ന് ഉള്ളതിൽ ഒന്നാണ്, ആ സ്വതക്കയിൽപ്പെട്ടുള്ള ഒന്നാണ് അവനവന്റെ മക്കൾ. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ എതിരെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എതിരെ പ്രവർത്തിക്കുമ്പോൾ അനക്ക് തരുന്ന സ്വതക്കയാകുന്ന ആ മക്കളെ അല്ലാഹു അതാ ശിക്ഷിക്കും പല രൂപത്തിലും. അപ്പോൾ അവന് ആ മക്കളെയും ഈ ബാപ്പാനെ എതിർക്കുന്ന രൂപത്തിൽ മക്കളിലേക്കും അല്ലാഹു തആല എല്ലാ രൂപവും സംവിധാനം കൊടുക്കും. അങ്ങനെ ക്യാമം വരുന്നവരെ ആ കുടുംബം എന്നും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിനും എതിർക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നു. അല്ലാഹു നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളോട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്,
അവിടുന്ന് കാണിച്ചു തന്ന ആ ഇസ്തിഖാമത്തോടുകൂടെ ശേഷവും ഇനി ആരാണോ സയ്യിദന്മാർ ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളെ പോലത്തെ ആലിമീങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന ഒരു മാർഗനിർദ്ദേശത്തിന്റെ ആൾക്കാരായിരുന്നു, അവരൊക്കെ പിൻപറ്റി ആ രൂപത്തിൽ നമ്മളൊക്കെ പ്രവർത്തിച്ച് അതേ അവിടുന്നെല്ലാം കാണിച്ചു തന്ന നമ്മളൊക്കെ അഭിവന്ദന നേതൃത്വമാകുന്ന ബഹുമാനപ്പെട്ട ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ, അവരെല്ലാം പിൻപറ്റി അവിടുത്തെ കൊടക്കീയിലായി അവിടുന്ന് എന്താണോ കാണിച്ചു തന്നത് പറഞ്ഞു തന്നത് അതിനെതിരെ ശബ്ദമില്ലാതെ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പറഞ്ഞത് ഇൽമല്ലേ, ആ പറഞ്ഞതിൽ കാര്യമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് കാണിച്ചു തന്ന രൂപത്തിലൂടെ പ്രവർത്തിച്ചാൽ അല്ലാഹു അതാ ക്യാമം വരുന്ന മക്കളെ അല്ലാഹു നന്നാക്കും. മറിച്ച് അതല്ല, അതേ ഞാനും നിങ്ങളും എതിരെ പ്രവർത്തിക്കാൻ നിന്നാൽ കുടുംബം നശിപ്പിക്കും, മക്കളെ നശിപ്പിക്കും, കുടുംബം നശിക്കും മാത്രം അല്ല, അവനെ കൊണ്ട് എവിടെയൊക്കെ അവൻ നടത്തുന്നു അവിടെയൊക്കെ ഫിത്നയുണ്ടാകും. എന്നാൽ പറയൽ ആരെയായിരിക്കും? ഫിത്നക്ക് വകവെക്കുന്ന ആ വ്യക്തിത്വങ്ങളെ എതിർക്കാം എന്നല്ലാതെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും ഇവിടെ എന്താകൂല, പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, അതെല്ലാം അല്ലാഹു സുന്നത്ത് ജമാഅത്ത് നിലനിർത്തും, അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇവിടെ പ്രവർത്തിക്കേണ്ടത്, അന്നവും നിങ്ങളെ കൊണ്ട് സുന്നത്ത് ജമാഅത്താണ് നിലനിർത്തേണ്ടത്, അതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നോടും നിങ്ങളോടും ഇവിടെ ഫിത്ന ഉണ്ടാകാൻ പാടുള്ളതല്ല, അന്നയും നിങ്ങളെ കൊണ്ടും ഞാനും അന്നയുടെ പടക്കപ്പെട്ടത് അതിനെതിരെ പ്രവർത്തിക്കാനുള്ളതല്ല. ബഹുമാനത്തിൻ്റെതും അതോടുകൂടെ വറോടുള്ള ജീവിതം നയിച്ച് ആ രൂപത്തിൽ ജീവിച്ചാൽ അല്ലാഹു എല്ലാ സ്ഥലത്തും അംഗീകാരം തരും. അല്ലാഹു അതുപോലെ അംഗീകരിക്കുന്ന അതേ റബ്ബ് പൊരുത്തപ്പെട്ട അടിമകളിൽ പെടാൻ അനക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.